പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തകർന്നു പോയ നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ ഒരത്ഭുതം ദൈവം ചെയ്യുവാൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യോനയെ അവന്റെ സങ്കടത്തിൽ വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആകേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആമണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആമണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്നുള്ളത്. വിശ്വസിക്കാമെങ്കിൽ, ആശ്രയിക്കാമെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും കേട്ട ദൈവവചനത്തിന്റെ പ്രത്യേകത, യോന പ്രവാചകൻ വലിയ സങ്കടത്തിലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ആ സങ്കടത്തിന്റെ മധ്യത്തിൽ ദൈവം വേഗത്തിൽ തനിക്കൊരു അത്ഭുതത്തെ ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിൽ വലിയ നിരാശകളും വലിയ വിഷമത്തിലുമായിരുന്നു യോനായിരുന്നു. ആ വാക്യത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ യോന പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. യോന ദൈവത്തിന് മുമ്പാകെ നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ കുറിവാക്യമായി വായിച്ചു കേട്ട വാക്യം, തൻ്റെ സങ്കടത്തിൽ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം വേഗത്തിൽ ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുകയാണ്. ആ ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചെന്ന് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനം പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ നാളുകൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാളുകൾ വഴിയടഞ്ഞുകൊണ്ട് ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്ന ചോദ്യവുമായിട്ട് എന്നെ ശ്രദ്ധിക്കുന്നവർ, ജീവിതത്തിൽ പ്രശ്നമോ പ്രതികൂലമോ വേദനയൊക്കെ വരുമ്പോൾ, രോഗം വരുമ്പോൾ സാധാരണപ്പെട്ടവരെല്ലാം ചിന്തിക്കുന്നത് മരിച്ചാൽ മതി എന്നാണ്. ആ നിലയിൽ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മുമ്പോട്ട് മുഖത്തിലെന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും, കാറ്റും തിരമാലയും നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും, എൻ്റെ യേശു കർത്താവ് ആ തിരമാലയുടെ മുകളിലൂടെ ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതം ഒരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാണ്. ഒരു വചന പശ്ചാത്തലം കൂടെ ചിന്തിക്കാമെങ്കിൽ സംഖ്യാപുസ്തകം 17-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ച്, ദൈവം തിരഞ്ഞെടുത്ത അഹരോനെ ദൈവം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കുത്തുവാക്കുകളുടെ വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ എൻ്റെ ദൈവം നിങ്ങളെ ഇന്നൊരു അത്ഭുതത്തിലേക്ക് നടത്താൻ പോവുകയാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തരുടെ വടിമേൽ അവന്റെ പേര് എഴുതുക. 3-ാമത്തെ വാക്യം. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേര് എഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടാകണം. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ വായിച്ചു കേട്ട വാക്യം ബൈബിൾ ഒരു പ്രാവശ്യം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തവർക്ക് സുപരിചിതമാണ്. ദൈവം താൻ തിരഞ്ഞെടുത്ത അഹരോനെ ഉറപ്പിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ പ്രഭുക്കന്മാരുടെ പേരിൽ അവരവരുടെ വടി അല്ലെങ്കിൽ അവരവരുടെ പേരെഴുതിയ വടി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ മോശയോട് ദൈവം ആവശ്യപ്പെടുകയാണ്. കാരണം ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നു.
അതിൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ വടി തളിർക്കും, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിൽ ഉറപ്പിച്ചോ, ദൈവമാ നിന്നെ വിളിച്ചതെങ്കിൽ ആ പട്ടണത്തിൽ, ആ കുടുംബത്തിൽ, ആ ബന്ധുക്കാരുടെ നടുവിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവം പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ പിറുപിറുപ്പിനെ ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. 7-8 വാക്യങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച്. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. 8-ാമത്തെ വാക്യം, പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കിടന്നപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. പ്രിയരെ, ഈ 2 വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ 2 വാക്യത്തിനകത്ത് 12 ഗോത്രങ്ങളിൽ 12 പേര് എഴുതിയ വടിയുമായിട്ടാണ് മോശ സാക്ഷ്യകൂടാരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത വടിയെ ദൈവം ഫലം കായ്പിക്കുവാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട്. ഇതുവരെയും എന്നെ ശ്രദ്ധിക്കുന്നവരെ, ജീവിതത്തിനകത്ത് എല്ലാ വഴിയും അടഞ്ഞു എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇന്നും ഒരു അത്ഭുതം പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ആ വടി തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചെന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ തുച്ഛമായ അറിവിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ബദാം ഒരിക്കലും വടിയിൽ നിന്ന് പൊട്ടിക്കിളിർക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ ബദാം കായിൽ നിന്നാണ്, ആ ഫലത്തിൽ നിന്നാണ് അതിൻ്റെ ആ തൈ പൊട്ടിക്കിളിർക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. എന്നാലും ബദാം ഫലം കായ്ക്കണമെങ്കിൽ മിനിമം 5 വർഷം എടുക്കണമെന്നുള്ളതാണ് എൻ്റെ കേട്ടറിവ്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ഒരു വടിയെ തളർപ്പിച്ച് പൂത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. ആ ദൈവത്തെയാണ് ഇന്ന് ഞാനിത് നിങ്ങൾ സേവിക്കുന്നത്. വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സമാണെന്നും വേദനയാണെന്നും രോഗമാണെന്നും പ്രശ്നമാണെന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് ഒരത്ഭുതത്തെ ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് അതിനെ സ്വീകരിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഞാൻ ഒരുമിച്ച് എന്നെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വേഗത്തിൽ തകർച്ചയിൽ നിന്നും ഒരത്ഭുതം നിങ്ങൾ പ്രതീക്ഷിച്ചാട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇതൊരത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെ. കർത്താവേ, ഇവരെ മാനിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഇന്നൊരത്ഭുതം പ്രതീക്ഷിക്കണം എങ്കിൽ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ലിങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുകയും അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ ദിവസവും വൈകിട്ട് സൂമിൽ 6 മണിക്ക് നമുക്ക് ആരാധന നടക്കുന്നത്. ചില വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ, എന്നാലും അനേക ആയിരങ്ങൾക്ക് ഇന്നും അത് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ. എങ്കിൽ പ്രിയരെ, അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്വർഗ്ഗത്തിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.